2025 മാർച്ചിൽ പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കുള്ള കുറച്ച് സംശയങ്ങളാണ്. ഒന്നാമത്തത്, ഇനി എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം? രണ്ടാമത്തത്, ഓണം എക്സാമിനെയും ക്രിസ്മസ് എക്സാമിനെയും പോർഷൻസിനും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനത്തെ കുറച്ച് ഡൗട്ടുകൾ നിങ്ങൾക്കുണ്ടല്ലേ. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഇപ്പം സമയം കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ടഫായി തോന്നുന്ന, നിങ്ങൾക്ക് ഒന്നും അറിയാത്ത, നിങ്ങൾക്ക് തീരെ ഒരു പോയിന്റ് പോലും അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് പോലും ഒരു കോൺസെപ്റ്റ് പോലും അറിയാത്ത സബ്ജക്റ്റിലെ ചാപ്റ്റേഴ്സിനാണ് നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? അങ്ങനത്തെ ചാപ്റ്റേഴ്സിൽ ഫോക്കസ് ചെയ്യുക. പിന്നെ ഓൾറെഡി ഓണം എക്സാം പോർഷൻസിന് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങളുടെ സ്കൂളിൽ മന്ത്ലി ടെസ്റ്റ് എന്ന പേരിലും യൂണിറ്റ് ടെസ്റ്റ് എന്ന പേരിലും പല ടെസ്റ്റുകൾ എന്ന പേരിലും ഒരുപാട് തവണ എക്സാം എഴുതി നിങ്ങൾക്ക് കുറേയൊക്കെ കോൺസെപ്റ്റ് മനസ്സിലായിട്ടുള്ള ചാപ്റ്റേഴ്സ് ആയിരിക്കും ഓണം എക്സാം പോർഷൻസിൽ. ആ ഓണം എക്സാം പോർഷൻസ് നിങ്ങൾ ലാസ്റ്റിലേക്ക് മാറ്റി വെക്കുക. ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ അത്യാവശ്യം ഒന്ന് മെനക്കെട്ടുണ്ടാവും. ആ ക്രിസ്മസ് എക്സാം പോർഷൻസ് സെക്കൻഡ് പ്രയോറിറ്റിയിലേക്ക് മാറ്റി വെക്കുക. ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കേണ്ടത് ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള പോർഷൻസിനും നിങ്ങൾക്ക് ടഫായി തോന്നുന്ന സബ്ജക്റ്റിനുമാണ്. പൊതുവെ രാത്രി സമയങ്ങളിൽ നിങ്ങൾ ടഫായിട്ടുള്ള സബ്ജക്റ്റ് പഠിക്കുക. രാവിലെ ഏർലി മോർണിംഗ് എണീറ്റിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് നിങ്ങൾക്ക് പഠിക്കാം. ഈസി ആയിട്ടുള്ള സബ്ജക്റ്റിലെ ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാം. ദിവസവും ഒരു 7.5 hours അല്ലെങ്കിൽ ഒരു 8 hours എങ്കിലും നിങ്ങൾ ഉറങ്ങുകയും വേണം. ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനോടനുബന്ധിച്ചുള്ള പല ടെൻഷൻസും ഒഴിവാക്കാൻ പറ്റും. നന്നായി പഠിച്ച് നല്ല മാർക്ക് നേടാൻ പറ്റും.